വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ്. ഒരിക്കൽ നിലച്ചാൽ പിന്നെ അതിന് ജീവൻ ഉണ്ടാവില്ല. സഹായിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നത്. ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും മറ്റുള്ളവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല എന്ന്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി മാറ്റിവെച്ച എത്രയോ കാര്യങ്ങളുണ്ടാകും ജീവിതത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ട് എന്ത് കാര്യം? മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യം ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിൽ കരടായിരിക്കും. ജീവിതത്തിലെ വെല്ലുവിളികൾ ഒരിക്കലും നിങ്ങളെ തളർത്താൻ പാടില്ല. അവ നിങ്ങളെ തന്നെ കണ്ടെത്തുവാൻ സഹായിക്കുന്നതായി മാറ്റണം. ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരാൾ കടന്നു വരാതെ സൂക്ഷിക്കുക. അത്രയും മനോഹരമായി ചേർന്നിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ അവർക്ക് അത്ര സമയമൊന്നും വേണ്ടിവരില്ല. എത്ര വലിയ പ്രശ്നത്തിൽപ്പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തി ഇല്ലായ്മയാണ് നമ്മളെ തളർത്തുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവർ ആകണമെന്നില്ല. എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. ഗുണപരമായ ചിന്ത സന്തോഷം വർദ്ധിപ്പിക്കും. ദുഷ്ടചിന്തകൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത്. കുടുംബജീവിതത്തിന് വില നൽകാത്തവർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും. അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാവില്ല. ഞാനാണ് എല്ലാം എന്ന മനോഭാവവുമായി ജീവിതം തള്ളി നീക്കും. ഒറ്റയ്ക്കായിരിക്കുക എന്നതിനെ ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. അണഞ്ഞ് പോയതിനു ശേഷമേ അറിയൂ, ചെറിയ വെളിച്ചം ആയിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നു എന്ന്. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തേക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതാണ് പ്രധാനം. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക. വളരെ പെട്ടെന്നായിരിക്കും ഒരാളിൽ മാറ്റം വരുന്നത്. അതിന് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. ഒരുപാട് മിണ്ടിയിരുന്ന ചിലർ പിന്നെ മിണ്ടാതെയാവും. ഒരു നേരം നമ്മളെ കാണാതെ സങ്കടപ്പെട്ടിരുന്നവർ നമ്മളെപ്പോലും മറന്നുപോകും. അതൊക്കെ മാറ്റത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എവിടെ നിന്നാണോ നമ്മൾ തോറ്റുപോയത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിച്ചു തുടങ്ങണം. ആരൊക്കെയാണോ നമ്മളെ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അവിടെ നിന്ന് തുടങ്ങണം. അവിടെ മുതലാണ് വിജയം തുടങ്ങുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തളർന്നു പോകാതെ, കണ്ണൊന്നും നിറയാതെ, ഉള്ളൊന്നും വിങ്ങാതെ, തോറ്റുപോകാതെ ജീവിതം എന്ന അധ്യായം പൂർത്തിയാക്കാൻ ആർക്കും പറ്റില്ല.